ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹുകാലത്തെക്കുറിച്ചാണ്. എല്ലാ വ്യക്തികളും, അതായത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായാലും രാഹുകാലം നോക്കുക എന്ന ഒരു പതിവുണ്ട്. അത് കലണ്ടറിൽ എഴുതിയിരിക്കുന്നത്, കലണ്ടറിലായാലും പഞ്ചാംഗത്തിലായാലും എഴുതിയിരിക്കുന്നത് ഓരോ ദിവസവും, അതായത് ഉദയം 6 മണിക്കും അസ്തമനം 6 മണിക്കും കണക്കാക്കി, അതായത് പകൽ 12 മണിക്കൂറും രാത്രി 12 മണിക്കൂറും വരത്തക്ക രീതിയിൽ സൂക്ഷം 6 മണിക്ക് ഉദയവും 6 മണിക്ക് അസ്തമനം എന്ന് കണക്കാക്കിയിട്ടാണ് 1.5 മണിക്കൂർ ഉള്ള ഈ രാഹുകാലം കണക്കാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഒരു ദിവസം പകൽ സമയം എത്ര മണിക്കൂർ മിനിറ്റ് ഉണ്ടെന്ന് നോക്കണം. അത് അല്ലാതെ സൂക്ഷ്മമായിട്ട് 6 മണിക്ക് ഉദയവും 6 മണിക്ക് അസ്തമനവും അല്ലല്ലോ ഒരാണ്ടിൽ 365 ദിവസവും വരിക. അങ്ങനെ 365 ദിവസവും 6 മണിക്ക് ഉദയവും 6 മണിക്ക് അസ്തമനവും എന്ന് കണക്കാക്കിയാണ് കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലും രാഹുകാലം നിർണയിച്ചിരിക്കുന്നത്. ചില ദിവസങ്ങളിൽ 6:45 ഉദിക്കുകയും 6:10 6:20 ഒക്കെ അസ്തമിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ 6:15 ഉദിക്കുകയും 6:45 അസ്തമിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളുണ്ട് ഒരു വർഷം. അങ്ങനെ നോക്കുമ്പോൾ കലണ്ടറിലോ പഞ്ചാംഗത്തിലോ കൊടുക്കുന്ന രാഹുകാലത്തേക്കാൾ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് 30 മിനിറ്റ് വരെയൊക്കെ വ്യത്യാസങ്ങൾ മുൻപോട്ടോ പുറകോട്ടോ വരുന്നതായിട്ട് ഗണിത വിധി പ്രകാരം രാഹു നിർണയിക്കുമ്പോൾ കാണാറുണ്ട്. അതായത് ഒരു മുഹൂർത്തമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ രാഹുകാലം ഒഴിവാക്കി ചെയ്താലും പലരും ചോദിക്കും, കലണ്ടറിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഒന്നുള്ളതാണല്ലോ, പിന്നെ എന്താണ് ജ്യോത്സ്യരെ ഇങ്ങനെ എഴുതിയത്? അതായത് ഞാൻ എന്നാണോ കുറിക്കുന്നത് അന്നത്തെ ദിനമാനം നോക്കും. ദിനമാനം എന്നാൽ ഉദയം മുതൽ അസ്തമനം വരെ എത്ര മണിക്കൂർ മിനിറ്റ് ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് അതിനെ 8 കൊണ്ട് ഹരിച്ച് ആണ് അതിൽ 1.5 മണിക്കൂറാണ് രാഹുകാലത്തിന് നിർണയിക്കുക. അതിൽ തിങ്കളാഴ്ച ദിവസം ആദ്യത്തെ 1.5 മണിക്കൂർ ഉദയം മുതൽ മാറ്റിയിട്ട് ഉള്ള സമയം കണക്കാക്കി ആണ് തിങ്കളാഴ്ച ആദ്യത്തെ രണ്ടാമത്തെ ഖണ്ഡമായ 1.5 മണിക്കൂർ മിച്ചം വരുന്ന ആ സമയം എടുക്കുന്നത്. അത് ഉദയം അനുസരിച്ചാണെങ്കിൽ മുൻപോട്ട് പോകും, ചിലപ്പോൾ അത് പുറകോട്ട് വരാം. അതുകൊണ്ട് രാഹുകാലം നോക്കുന്നവർ ഒരു കാര്യം ചെയ്യണം. കൃത്യമായിട്ട് ഒരു ജ്യോത്സ്യരെ കണ്ട് അന്നത്തെ രാഹുകാലം എത്ര മണി മുതൽ എത്ര മണി വരെയാണ് എന്ന് ഗണിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ അത് തീരുമാനിക്കാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് രാഹുകാലത്തിൽ തന്നെ ആയിരിക്കും. രാഹുകാലം കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ അത് ചെയ്യുന്നത് എങ്കിൽ രാഹുകാലം ചിലപ്പോൾ കലണ്ടറിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം കഴിഞ്ഞ് വീണ്ടും 15 മിനിറ്റോ 20 മിനിറ്റോ 30 മിനിറ്റോ കൂടി പിന്നെയും കാണും. അപ്പോഴായിരിക്കാം, ആ രാഹുകാല സമയത്തായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ രാഹുകാലം തുടങ്ങിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ അത് കലണ്ടറിലുള്ളതിൽ അല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനേക്കാളും 10 മിനിറ്റോ 15 മിനിറ്റോ 30 മിനിറ്റോ മുൻപ് രാഹുകാലം തുടങ്ങുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഏതൊരു ജ്യോത്സ്യർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് പഞ്ചാംഗത്തിലും കലണ്ടറിലും
ഇങ്ങനെ ഒരു കൃത്യതയുമില്ലാതെ 6 മണി ഉദയം 6 മണി അസ്തമനം എന്ന് കണക്കാക്കി 365 ദിവസവും ഇങ്ങനെ രാഹുകാലം തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അതായത് എല്ലാ മതവിഭാഗക്കാരും നോക്കുന്ന മറ്റ് മുഹൂർത്തങ്ങളൊന്നും നോക്കിയില്ല എങ്കിലും എല്ലാ സമുദായക്കാരും മതവിഭാഗക്കാരും നോക്കുന്നതാണ് രാഹുകാലം. എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ടും എന്തേ ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല? നിങ്ങൾ ഒരു പക്ഷേ രാഹുകാലമില്ല എന്ന് വിചാരിച്ച് ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾ രാഹുകാലത്തിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ ആരംഭിച്ചിട്ടുണ്ടായിരിക്കുക. അത് ഓർമ്മപ്പെടുത്തുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഓരോ ദിവസവും ദിനമാനത്തിൻ്റെ, അതായത് ഉദയം മുതൽ അസ്തമനം വരെ എത്ര മണിക്കൂർ മിനിറ്റ് ഉണ്ടോ അതിനെ 8 കൊണ്ട് ഹരിച്ചതിൽ ഒരു ഭാഗം ഉദയം മുതൽ 8 തിരിച്ച് അസ്തമനം വരെ കണക്കാക്കിയതിൻ്റെ ഒരു ഭാഗമാണ് രാഹുകാലമായിട്ട് വരുന്നത്. അത് തിങ്കളാഴ്ച ആണെങ്കിൽ 2ാമത്തെ ഖണ്ഡവും, ശനിയാഴ്ചയാണെങ്കിൽ 3ാമത്തെ ഖണ്ഡവും, വെള്ളിയാഴ്ചയാണെങ്കിൽ 4ാമത്തെ ഖണ്ഡവും, ബുധനാഴ്ചയാണെങ്കിൽ 5ാമത്തെ ഖണ്ഡവും, വ്യാഴാഴ്ചയാണെങ്കിൽ 6ാമത്തെ ഖണ്ഡവും, ചൊവ്വാഴ്ചയാണെങ്കിൽ 7ാമത്തെ ഖണ്ഡവും, ഞായറാഴ്ചയാണെങ്കിൽ അത് 8ാമത്തെ ഖണ്ഡവുമാണ് എടുക്കുക. അങ്ങനെ 8 ഖണ്ഡങ്ങളാണ് ഈ ദിനമാനത്തിന് ഉണ്ടാക്കിയിട്ട് ഓരോ ഖണ്ഡങ്ങളും നമ്മൾ രാഹുകാലമായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ കൃത്യമായി കണക്കാക്കിയതിന് ശേഷം മാത്രമേ രാഹുകാലം നിർണയിച്ച് രാഹുകാലം ഒഴിവാക്കി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.